നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. തിരുവനന്തപുരത്ത് NHM ജോലി വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജൂലൈ 30. തിരുവനന്തപുരം ജില്ലയിൽ ആരോഗ്യമേഖലയിൽ ജോലി തേടുന്നവർക്ക് മികച്ച അവസരം വന്നിരിക്കുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ തിരുവനന്തപുരം വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി 2026 ജൂലൈ 30 ആണ്. അപേക്ഷകൾ arogyakeeralam.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം വഴി ഓൺലൈനായി സമർപ്പിക്കണം. പ്രധാന തസ്തികകളും ഒഴിവുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർ, പ്രൊഫസർ ഓഫ് നിയോനറ്റോളജി. ഒഴിവുകളുടെ എണ്ണം വ്യക്തമാക്കിയിട്ടില്ല. യോഗ്യത MBBS, MD പീഡിയാട്രിക്സ്, DM, DNB നിയോനറ്റോളജി. NMC അംഗീകൃത മെഡിക്കൽ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസർ ആയി കുറഞ്ഞത് 3 വർഷത്തെ അധ്യാപന പരിചയം ഉണ്ടായിരിക്കണം. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പീഡിയാട്രിക്സ്. ഒഴിവുകളുടെ എണ്ണം 1. യോഗ്യത MBBS, MD ഡിപ്ലോമ, DNB ഇൻ പീഡിയാട്രിക്സ്. TCMC ഓർ കേരള മെഡിക്കൽ കൗൺസിൽ സ്ഥിര രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഡെവലപ്മെന്റൽ പീഡിയാട്രിക് ഫെലോഷിപ്പ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഓഡിയോളജിസ്റ്റ് കം സ്പീച്ച് തെറാപ്പിസ്റ്റ് ഓർ ഓഡിയോളജിസ്റ്റ്. ഒഴിവുകളുടെ എണ്ണം 2. യോഗ്യത BA SLP, ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. സാധുവായ RCI രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. 3 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. അസിസ്റ്റന്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ. ഒഴിവുകളുടെ എണ്ണം 1. യോഗ്യത മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ തത്തുല്യ ബിരുദം ഉണ്ടായിരിക്കണം. ആശുപത്രി അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ ക്വാളിറ്റി അഷുറൻസ് വിഭാഗത്തിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. ലേഡി ഹെൽത്ത് വിസിറ്റർ. ഒഴിവുകളുടെ എണ്ണം 1. യോഗ്യത സാധുവായ KNC രജിസ്ട്രേഷൻ. PHN ഓർ PHNS ഓർ PHN ട്യൂട്ടർ, DPHN, MCH ഓഫീസർ. തസ്തികകളിൽ നിന്ന് വിരമിച്ചവർക്ക് അപേക്ഷിക്കാം. സ്റ്റാഫ് നഴ്സ്. ഒഴിവുകളുടെ എണ്ണം 5. യോഗ്യത GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ്. സാധുവായ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. കൗൺസിലർ. ഒഴിവുകളുടെ എണ്ണം 1. യോഗ്യത MSW വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മെഡിക്കൽ ആൻഡ് സൈക്യാട്രി ഓർ കൗൺസിലിംഗ്. 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഫാർമസിസ്റ്റ്. ഒഴിവുകളുടെ എണ്ണം 1. യോഗ്യത MPharm അല്ലെങ്കിൽ BPharm അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി. കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. 1 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ. ഒഴിവുകളുടെ എണ്ണം 2. യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യം. ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവ ഉണ്ടായിരിക്കണം. പ്രായപരിധി. സൂപ്പർ സ്പെഷ്യാലിറ്റി ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് പരമാവധി 63 വയസ്സ് വരെ. ലേഡി ഹെൽത്ത് വിസിറ്റർ പരമാവധി 57 വയസ്സ് വരെ. മറ്റ് തസ്തികകൾ പരമാവധി 40 വയസ്സ് വരെ. അപേക്ഷാ ഫീസ് 380 രൂപയാണ്. ഫീസ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയി അയക്കണം. തിരഞ്ഞെടുപ്പ് രീതി. ഉദ്യോഗാർത്ഥികളെ താഴെ പറയുന്ന അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുക. വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ അഭിമുഖം. രേഖാ പരിശോധന. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ ഇമെയിൽ വഴി അറിയിക്കും. വെരിഫിക്കേഷൻ സമയത്ത് യഥാർത്ഥ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. പ്രധാന തീയതി. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ജൂലൈ 30, 2026. അപേക്ഷ ഓൺലൈനായി മാത്രം സമർപ്പിക്കണം. തിരുവനന്തപുരം ജില്ലയിൽ ആരോഗ്യമേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന MBBS, നഴ്സിംഗ്, ഫാർമസി, BA SLP, MSW +2 പ്ലസ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് ഇത് മികച്ച അവസരമാണ്. അപേക്ഷിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക വിജ്ഞാപനം ശ്രദ്ധാപൂർവം വായിച്ച് യോഗ്യത, പ്രായപരിധി, രജിസ്ട്രേഷൻ രേഖകൾ എന്നിവ പരിശോധിക്കുക. ഇത്തരത്തിലുള്ള സർക്കാർ ജോലി വാർത്തകൾ, ആരോഗ്യമേഖല റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റുകൾ, PSC, ബാങ്ക്, റെയിൽവേ, അപ്രന്റീസ്ഷിപ്പ്, കോളേജ് അഡ്മിഷൻ, കരിയർ ഗൈഡൻസ് വീഡിയോകൾ എന്നിവ ദിവസേന അറിയാൻ സ്റ്റഡി ഫോർ ഷുവർ വിത്ത് സ്റ്റെല്ലാർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എല്ലാവർക്കും നന്ദി. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്.
ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.